എന്ത് ചെയ്യാൻ പോവാ മോളെ ഇത് കുറച്ച് പുഴുക്കലരിയ. ഇത് ഇന്നലെ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് ഇന്ന് രാവിലെ അതെടുത്ത് ഞാൻ തോരാൻ വെച്ച്. ഇത് നല്ലതുപോലെ തോന്നു കഴിഞ്ഞിട്ട് നമ്മൾ പൊടിച്ചെടുക്കും ഇത്. ഓ ശരി, നല്ല കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊന്നുമില്ല. നീ അപ്പൊ ഞാൻ പൊടിച്ചേരട്ടെ? പൊടിച്ചോണ്ട് വാ. ശരി, കുറച്ച് ഇങ്ങനെ കുറച്ചായിട്ട് പൊടിക്കാം. മതിയോ? ശകലം കൊണ്ട് ശകലം മതി. പൊടിച്ചോണ്ട് വാ. അപ്പൊ പൊടിച്ചോണ്ട് മോളെ നോക്കട്ടെ. ഇതുണ്ടോ, തേങ്ങ പോലിരിക്കുന്നു. തേങ്ങ പൊടിച്ചെടുത്ത പോലെ ഇരിക്കുന്നു. ആവശ്യത്തിന് പൊടിഞ്ഞിട്ടുണ്ട്. ചെറിയ തരിതരിപ്പുണ്ട്, എന്നാലേ കൊള്ളാവുള്ളൂ. കൊഴക്കട്ടയ്ക്ക് ടേസ്റ്റ് വരും അന്നേരം. അപ്പോഴേ ബാക്കിയും കൂടെ ഒന്ന് പൊടിച്ചോണ്ട് വാ. 2 പിടി തേങ്ങ നമ്മൾ ടേസ്റ്റിനാണ്. ഒരു പിടി ഇട്ടാലും കുഴപ്പമില്ല. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇച്ചിരി ഇടും മോളെ. മതിയോ? മതി. ഇച്ചിരി വെള്ളം ഇങ്ങോട്ട് ചെറിയ വെള്ളം കേട്ടോ, ഒത്തിരി ഒഴിക്കല്ലേ. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യും. ഞാൻ ചെയ്യാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണേ. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കുഴക്കട്ടയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ വാഴയിലയിലാണ് വെക്കാൻ പോകുന്നത്. ഇല്ലേ അമ്മ? കുറച്ച് 2-3 വാഴയില. നല്ല ടേസ്റ്റാണ് വാഴയിലയിലെ കുഴക്കട്ട കേട്ടോ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് വാഴയില കുഴക്കട്ട ഉണ്ടാക്കുന്നത്. ബാക്കി ഒരു പീസ് എടുത്ത് അടച്ചും വെക്കാം. ഇത് 2 പീസ് 2 കീറി അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ മാവെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പിടിയായിട്ട് ഇങ്ങനെ പിടിക്കാം. ഇല്ലേ അമ്മ? ഇങ്ങനെ മതിയല്ലോ. ഇത്രയും വലിപ്പം മതിയോ? മതി. ഇത് തേങ്ങയുടെ ചകിരി. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വെക്കട്ടെ കേട്ടോ. ഇല്ലാത്തത് ഇത്രയും ഞങ്ങൾക്ക് ഉണ്ടാക്കി. ഇത് ഞങ്ങളുടെ കുഞ്ഞിന് കൊടുക്കാം. അതെ, അല്ലുകുട്ടിന് കൊടുക്കാൻ വേണ്ടി മധുരം വെച്ചുണ്ടാക്കാൻ പോകും. അപ്പൊ നമുക്ക് വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ പിള്ളേർക്ക് മധുരം ഉള്ളതും വലിയവരായ നമുക്ക് തിന്നാൻ മധുരം ഇല്ലാത്തതും. അപ്പൊ ടേസ്റ്റ്. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ടങ്ങ് പുഴുങ്ങി കൊടുക്കുകയും തിന്നുകയൊക്കെ ചെയ്യണം. അതിനകത്തോട് തീറ്റി വെച്ചാട്ടെ. വെക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇതിനി സ്റ്റീം ചെയ്തെടുക്കണം നമുക്ക് കേട്ടോ. പുഴുങ്ങിയെടുക്കണം. അപ്പോൾ നമുക്ക് 2 ഇത് വെച്ചിട്ടുണ്ട്, വാഴയില. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ അടച്ച് വെച്ച് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അമ്മേ എന്തോ അപ്പോഴേ നമ്മുടെ കുഴക്കട്ടയ്ക്ക് നല്ല മണം വരുന്നുണ്ട്. ഈ നെല്ല് പുഴുങ്ങും പോലുള്ള ഒരു മണം ഉണ്ടല്ലോ, ആ മണമേ. അപ്പം നമുക്കിത് വെന്തോന്നൊന്ന് നോക്കാം. ഇല ഒന്ന് മാറ്റിയിട്ട് നോക്കിക്കമ്മേ. കണ്ടോ, നല്ലതുപോലെ വെന്ത്. എന്താന്നറിയാവോ, ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വെന്തെന്നറിയാവോ. പണ്ടത്തെ നമ്മള് നെല്ലുകുത്തി അരി എങ്ങനെ കുഴക്കട്ട ഒഴുകി തിന്നുന്നത് ആ ടേസ്റ്റാ. അതുകൊണ്ടാണ് നമ്മൾ അതുപോലെ ഉണ്ടാക്കിയത്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. അതെ, ഇതിന്റെ കളർ കണ്ടോ, നല്ല ബ്രൗൺ കളറാണ്. അപ്പം